ഞാൻ ബ്രദർ പറഞ്ഞപ്പം എനിക്ക് മരിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒരു 5-6 സ്ഥലങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ഷോക്കായി. ഞാൻ പറഞ്ഞു ഇതെങ്ങനെ നടക്കും. അപ്പം ഉദാഹരണം പറഞ്ഞു, എത്രമാത്രം സെയിൻസ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ ജീവിതം ഓൾമോസ്റ്റ് ഓവർ. എന്നാലും ഞാൻ ഓർക്കുമായിരുന്നു, ഒരു ദിവസം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ജയിലിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്, കുറച്ച് പേരെ കൂടെ ഈശോയിലോട്ടൊന്ന് അടുപ്പിക്കാൻ ശ്രമിക്കാമല്ലോ. അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഐ ആം റെഡി ടു ഡൈ. പക്ഷേ കുറച്ചുകൂടി ദിവസം ഉണ്ടെങ്കിൽ എത്ര പേരെ ഞാൻ ഇനിയും ഈശോയിലോട്ട് അടുപ്പിച്ചിട്ടില്ല, വചനം കൊടുത്തിട്ടില്ല. അവർ ദൂരെയാണ്, അവർ നഷ്ടപ്പെട്ട ആടുകളാണ്. അവരെ കൊണ്ടുവരാൻ ഞാൻ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇത്രയും ദിവസം ഞാൻ മിസ് ചെയ്തല്ലോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ആ ബ്രദർ അത് പറഞ്ഞപ്പോൾ എനിക്കങ്ങ് ഒത്തിരി സമാധാനമായി. ദൈവമേ, കർത്താവല്ലേ പ്രവർത്തിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ എവിടെയാണെങ്കിലും ഞാൻ മരിച്ചാൽ ഇതിൽ കൂടുതലായി എനിക്ക് ആ ജനങ്ങളെ സ്പർശിക്കാനായി കർത്താവ് അനുവദിക്കും എന്നുള്ള ഒരു സമാധാനമായിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി. പ്രൈസ് ദി ലോർഡ്. എല്ലാ ജയിലിലും പോകാം, പാകിസ്ഥാനിലെ ജയിലിൽ പോകാം, അമേരിക്കയിലെ ജയിലിൽ പോകാം, ഒരു പെർമിഷനും വേണ്ട. ഇപ്പോഴാണ് ജയിലിൽ പോകാൻ പെർമിഷനും എന്തെല്ലാം പ്രശ്നമാണ്. ജയിലിൽ പോയാൽ ജയിലിലേക്കൊന്ന് കിടന്ന് കിട്ടാൻ ഇല്ലേ. യെസ്, നെക്സ്റ്റ്.